എന്റെ പല്ലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. എന്റെ ഇടയ്ക്ക് പല്ലെടുക്കാൻ വേണ്ടി രണ്ട് ഡോക്ടർ പറഞ്ഞു അടങ്ങിയിരിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റാത്തോണ്ടാണ്. ഇത്ര ദിവസം സഹിക്കില്ല, ഞാൻ 5 മിനിറ്റ് സഹിക്കാൻ പാടില്ലേ? എന്റെ രമേ ഇനി വിവാഹമാക്കാന്ന് എനിക്കറിയാലോ. കൂട്ടസംഘത്തിൽ ഞാൻ വന്നാൽ തോൽപ്പിക്കുന്ന വരുള്ളൂ. 2000 രൂപ രാവിലെ 2000 രൂപ ഞാനിവിടെ പോയിപ്പിക്കാൻ. ഇപ്പൊ പഴയ പോലെ ആരും പല്ല് പറിക്കാൻ ക്ലിനിക്കിലേക്ക് വരുന്നില്ല. എല്ലാവരും യൂട്യൂബ് കണ്ട് തന്നെ പറിക്കൊന്നില്ല. ഞാൻ ഒരു വർക്കിന് വന്നേക്കുവാ. ഇവിടെ കിട്ടുന്ന പൈസ നിനക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാം. പിന്നെ ഹലോ, പല്ല് വെക്കാൻ വേണ്ടി വന്ന ഡോക്ടറല്ലേ? ഡോക്ടർ ചെയ്തേ. ഡോക്ടറെ, ഞാൻ ഈ വീട്ടിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പല്ലൊക്കെ എങ്ങനെ പറിക്കുന്നത്? അതൊക്കെ ഇല്ല. 4 കളിമാണം വരികിട്ട് വരും. ഒക്കെ എടുക്കുന്നത് വളർന്നു വെച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരാഴ്ച എന്താണ് ഈ പറയുന്നത്? പല്ലൊക്കെ വായിലെ പല്ലൊക്കെ എങ്ങനെയാണ് ചോദിച്ചത്? അത് ഞാൻ എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ മതി. പിന്നെ ഒരു കാര്യം, പല്ലെടുക്കുന്നതിനുള്ള എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഫീസ് നേരെ ഗൂഗിൾ പേ ചെയ്തത് അഡ്വാൻസ് ആയിട്ട്. അതിന് ഒരു പ്രശ്നമില്ല, ഞാൻ എത്ര രൂപ ഞാൻ ഗൂഗിൾ പേ തന്നേക്കാം. പക്ഷെ ഒരു പല്ലെടുക്കാൻ എത്ര രൂപ വേണം? 2000 രൂപ. 2000 അല്ല, പിന്നെ 2000 രൂപ പൈസ ഞാൻ നിന്നോടേക്കും ഇതിന് ചെയ്തിന് വേണ്ടി 200 അയക്കും. മറ്റേ ചെരി വീടുകളൊക്കെ പെണ്ണിന്റെ അക്കൗണ്ട് എന്റെ ഭാര്യയാണ്. ഞാൻ ഓടി നടന്ന പണി ചെയ്യും, പൈസ മുഴുവൻ ഡീൽ ചെയ്ത ആളാണ്. അപ്പൊ നിങ്ങൾ വണ്ടിക്കാണോ? വണ്ടിയാണോ ഇങ്ങോട്ട് വന്നേക്ക്? വണ്ടിയാണ്, ഞാൻ വണ്ടിയുടെ ആരെ പല്ല എടുക്കേണ്ടത്? ശരിക്കും പറഞ്ഞ ഇളയപ്പന്റെ പല്ല എടുക്കേണ്ടത്. അതിനെ കഴിച്ചോണ്ടി വന്നപ്പോ കുടുങ്ങി പോയതാണ്. അല്ല, ഇലയപ്പത്തിനകത്തുന്ന പല്ലെടുത്ത് ഇളയപ്പന്റെ പല്ലാണ് എടുക്കേണ്ടത്. ഇളയപ്പന്റെ ഇളയപ്പൻ അത് ഞാൻ എടുത്ത് തരാം. ഡോക്ടർ, ഞാൻ വേറെ കാര്യം എടുത്തിട്ടുണ്ട്. ഡോക്ടർ പല്ലെടുക്കുമ്പോ വേദന എടുക്കുമ്പോ ഇല്ല, ഞാൻ പല്ല് മാത്രമേ എടുക്കൂ, വേദന താൻ തന്നെ എടുക്കണം. വേദന ഞാൻ എടുക്കത്തില്ല. എനിക്ക് അല്ലാതെ തന്നെ ഒരുപാട് വേദനയുള്ള ഡോക്ടറാണ്. കൊടുക്കുന്നൊരു വേദന താങ്കളുടെ ശേഷിയില്ല. ഈ ഇളയപ്പന്റെ പല്ലെടുത്ത സമയം ഉണ്ടെങ്കിൽ എന്റെ ഒരു പല്ല് കയറണ്ട, അതോടെ ഒന്ന് എടുത്തേക്കണം. എന്റെ പല്ല് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റും. നോക്കട്ടെ. വായി തുറന്നു. ഓടാ, നീ പോടാ. പല്ല് മുഴുവൻ ഓടാണ്. അതൊന്ന് നോക്കട്ടെ. ഇവിടെ ഇത് പല്ലാണോ അത് പിള്ളേരുടെ കളർ പെൻസിൽ എടുത്ത് വെച്ചേക്കോ? ഇത് ഏത് പല്ല ഞാൻ ഇടേണ്ടത്? അങ്ങനെ മറകുള്ള പല്ല് കിട്ടോ? മറുകുള്ള പല്ലോ? ആ പല്ല് 2 ഞാൻ എടുത്ത് കയ്യിലിട്ടു. ഞാൻ ഒരു പല്ലാണ് പഠിക്കുന്നത്. എന്റെ എടുപ്പ് മൂലം അടുത്ത പല്ല് കുടുങ്ങിപ്പോ പെൻഷൻ പിടിക്കണ്ട. ഒരു പല്ലിന്റെ പൈസ തന്നാ മതി. മറ്റത് ക്രിസ്മസിന്റെ ഓഫർ ആയിട്ട് ഓഫർ കിട്ടിയില്ലാത്ത മനുഷ്യൻ. അതെ, സംസാരമില്ല, പല്ലൊക്കെ എടുക്കുക. ഞാനെന്തിനാ വാദം? പിന്നെ വായിക്കാത്ത അന്തരീക്ഷത്തിന് പല്ലെടുക്കാൻ ഞാൻ മനുഷ്യ മുതലാകല്ല. ഇളയപ്പന്റെ വായിലല്ല പല്ലുള്ളത്. പിന്നെ ഈ മൂക്കിയ പല്ല് വന്നെന്ന് ഈ പിടിക്കണം. ഡോക്ടർ, സംഭവം എന്നറിയോ? ഇളയപ്പന്റെ പല്ലി കിണറ്റി വീണ് കിടക്കും, അതാണ് എടുക്കേണ്ടത്. അതിന്റെ സംഭവം എന്നറിയോ? ഈ ഇളയപ്പൻ എന്നറിയോ, ബന്ധ ഡോക്ടറിന്റെ മാത്രമേ പല്ലെടുപ്പിക്കുള്ളൂ. പുള്ളിക്ക് അങ്ങനെ ഒരു പിടിവാശിയാണ്. ഞാൻ ഇത് പാസ്സായി കൊണ്ടുപോട്ട് നടക്കുന്നത്. 2000 രൂപ ഗൂഗിൾ പേ തന്നിട്ട് വേണം പോകാനായിട്ട്. ഞമക്കായി കൊടുത്ത തറയിൽ പോയ പോലെ തിരിച്ചു. നീ വന്നാൽ ഈ പല്ലെടുത്തതാണ് നോമ്പ് വേണ്ടി പോത്തിറച്ചി തിന്നാനുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പല്ലെങ്ങനെ കിടക്കിനകത്ത് പോയി? അതെ, എന്റെ പല്ല് വെച്ച ഡോക്ടർ പറഞ്ഞേ രാത്രി കിടക്കാൻ നേരത്ത് പല്ല് വെള്ളത്തിലിടണം. നന്നായിട്ട് കുതിർന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാണ്. മൂത്തതാ അതല്ലല്ലോ, കരക്റ്റല്ല മൂത്തതാണ്. ഇതിനകത്തോണ്ടിട്ടു. ഞാൻ വേറെ ഈ പല്ല് തന്നെ വേണമെന്നുണ്ടോ? ക്ലിനിക്കിലേക്ക് വരാമെങ്കിൽ വേറെ നല്ലൊരു പല്ല് ഞാൻ സെറ്റ് ചെയ്തു. കെന്റി പോയ പല്ലെന്ന് പറഞ്ഞോ, അത് സ്വർണ്ണപ്പല്ലാണ്. സ്വർണ്ണപ്പല്ലാണ് കെന്റി പോയത്. ഈ പല്ല് കിട്ടിയില്ലെങ്കിൽ ഇപ്രാവശ്യം എനിക്ക് ക്രിസ്മസ് ഇല്ല. ആ പല്ലേലാണോ നക്ഷത്രം തൂക്കുന്നത്? ആ പല്ലാണ് ഏറ്റവും കൂടുതൽ. ബാക്കി പല്ലെല്ലാം വെജിറ്റേറിയൻ ആണ്. ഈ പല്ലുകൊണ്ട് ഞാൻ ഈ ഇറച്ചി കടിച്ച്
ഗ്രൗണ്ടിലേക്ക് ഇടും. ബാക്കി പല്ലെല്ലാം അവിടെ കളിച്ചാൽ അത് ഗോളടിക്കും. ഇത് വായാണോ ടർഫാണോ അതാദ്യം എന്റെ പൊന്നു ഡോക്ടറെ, ഇതുപോലെ ഇറച്ചി തിന്ന ഒരു കാരണമല്ല ഈ പഞ്ചായത്തിലില്ല. കാരണം ഈ പ്രായത്തിൽ ഇതുപോലെ ഇറച്ചി തിന്നെ അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. എല്ല് മുറിയോ പണിയെടുത്താൽ പല്ല് മുറിയോ തിന്നാമെന്ന് അടപ്പാടും ചോദിച്ചു. നിങ്ങൾക്കറിയോ ഇറച്ചികളെ പറ്റിത്തീർന്ന് ഞാൻ മടുത്തു. അതൊന്ന് പറഞ്ഞേക്കാം. എന്റെ പല്ലെടുത്തതായി ഇനി ക്രിസ്മസിന് നോമ്പ് വേണ്ടിയിട്ട് ഇറച്ചി തിന്നാനുള്ള പോത്തിറച്ചി. ഞാൻ നോക്കണം സംഭവം എടുക്കണം. രാവിലെ ഇപ്പൊ എഴുതാൻ ആ ഓർഡർ തന്നിരിക്കുന്നു. ഗസ്റ്റുണ്ട്. ഏഴ് കിട്ടിയെടുത്താണോ നിങ്ങളെല്ലാം എങ്ങനെ പിടിക്കില്ലേ? നിങ്ങൾ കയറി തോന്നിയിരുന്നത് ഞാൻ പിടിച്ചോളാം. എത്ര റിങ്ങുണ്ട് അത് പറയാമോ? 2 റിങ്ങ. 2 റിങ്ങാണെങ്കിൽ അറിയാൻ വെച്ചാൽ എളുപ്പമുണ്ട്. പക്ഷെ 2 പണയം വെച്ചോ കേട്ടോ. അറിയാൻ പറ്റുള്ളൂ. എത്ര റിങ്ങുണ്ട് അറിയാനുണ്ടോ? ഞാൻ വെട്ടിയില്ലെങ്കിൽ മറ്റേ അമ്മായി വന്ന റിങ്ങിന്റെ കാര്യമാണ്. 18 റിങ്ങുണ്ട്. ചുമ്മാ ഇരിക്കുന്ന പോലെ താത്തി വെച്ചാൽ 3 റിങ്ങ് പറയുന്നത്. അപ്പൊ കേരളം ഇറങ്ങാൻ എളുപ്പമുണ്ട്. അതെ പാഞ്ഞു വിട്ടിട്ട് ഇറങ്ങാൻ പാടില്ല. തോർത്ത് കിട്ടിയത് അയ്യോ ടൈമിങ്ങിൽ തോർത്തല്ലേ എളേപ്പോ, ഓ എളേപ്പോ ഞാൻ വന്നാലേപ്പാ. ഇല്ലപ്പാ. നമ്മൾ ഈ കെല്ലിൽ വളർത്താൻ വേണ്ടിട്ട് മൊഴിയൊക്കെ ഉണ്ടല്ലോ, വലുതായിട്ടോ. അവിടെ വേണ്ട വളർത്താനിട്ട് മുച്ചി വലുതായില്ലേ പാഞ്ഞ നിങ്ങളെല്ലാം പഠിച്ചത് സംഭവം ഇറങ്ങിയിട്ട് ഒന്ന് സഹകരിക്കും. പോത്തിറച്ചി തിന്നിട്ടോ? ആരുടെ ഫോൺ എന്താ പോത്തിനകത്ത് കേട്ടതാ? മൈവൈപ്പ് വിളിക്കും. മൈമൈ പോകും. എടാ ഈ മൈമൈ ഇപ്പൊ എന്റെ ഫോണിൽ നിന്റെ മൈമ എങ്ങനെ വിളിക്കുന്നത്? നിങ്ങളുടെ വൈഫാണ് വിളിക്കുന്നത്. കിട്ടും. ഹലോ ഹലോ ചേട്ടാ, ആ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്ന് എന്താ ഊണ് കഴിക്കാൻ വരാൻ ചെയ്യും? ഞാൻ ഉച്ചയാകുമ്പോ അങ്ങ് എത്താം. അല്ല നിങ്ങൾ അവിടെ എന്തെടുത്തോണ്ട് നിൽക്കുവാ? അഞ്ഞാടത്തെ പിടിച്ച് നിൽക്കും. സത്യം പറ മനുഷ്യ, ആരുടെ അകത്തിലാണ് ഇവിടെ പിടിച്ചേക്കുന്നത്? മഞ്ജുവിന്റെ അകത്തിലാണോ? സിന്ധുവിന്റെ അകത്തിലാണോ? അയ്യോ ഇല്ല. അപ്പൊ അവ കരഞ്ഞാണോ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ശരി, ഞാൻ പല്ലെടുക്കാൻ വേണ്ടി അഞ്ഞാടത്തെ പിടിച്ച് നിൽക്കുവാന്നാ പറഞ്ഞത്. വായില് പല്ലെടുക്കാൻ തലയിൽ പിടിച്ചാ പോയ മനുഷ്യ, നിങ്ങൾ അതിന് അരങ്ങാട്ടൊക്കെ പിടിച്ചേക്കുന്നേ. സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സംസാരിക്കരുത് കേട്ടോ. എനിക്ക് സിറ്റുവേഷൻ എല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ ഈ തയ്യം വാലുമില്ലാതെ വർത്താനം പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകാത്തെ. ഞാൻ പറയാം. എടി കൊച്ചേ, എന്നാണ്? ആ, അതെ, അവൻ പിടി വിട്ട് നിൽക്കുക. എന്റെ ചേട്ടൻ വിട്ടു പോയേ. അയ്യോ. കൊച്ച ചെറിയൊരു തിരുത്തുണ്ട്. അവൻ പിടിവിട്ടല്ല, തരിപ്പ് തീർന്നി. പിന്നെ ഇറങ്ങി പോണ വഴിക്ക് ആ കിണറിന്റെ സൈഡിലെ പുല്ലും വളയുമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പല്ല് പറിക്കാൻ വന്നതാ. പല്ല് പറിക്കാൻ പല്ലും പുല്ലും തമ്മിൽ ഒരു പുലിപ്പിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ കേവലം കാണിച്ചു പൊത്തടിക്കോ ഒത്തടങ്ങി മടക്കുന്നതിനേക്കാൾ റുട്ടനടിച്ചിരിക്കുന്നതാണ്. ഏത് കിണറിനകത്തുള്ള പൊത്തോ ആ സൈഡിൽ കാണാൻ കിണറിലെ പൊത്തടിക്കോ. അയ്യോ ഇതെല്ലാം വലിയ ഒത്തട കൈയിട്ട് എത്തുന്നില്ല. അതിലേക്ക് കൈയിടില്ല, അതിനകത്തൊരു മുഖത്തെ പാമ്പുണ്ട്. ഞാൻ കൊണ്ടുവന്ന സാധനം കേൾക്കാൻ സുന്ദരല്ലേ? ഞാൻ ഇറങ്ങിക്കുന്ന ഇങ്ങനെ പല സാധനമെല്ലാം കൊണ്ടുവരും. ഇതെല്ലാം മുക്കിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുമാതിരി പരിപാടി കഴിഞ്ഞില്ല. ഇതിനകത്ത് പാമ്പള കാര്യമൊന്നും പറയട്ടോ. എനിക്ക് പാമ്പ് കേട്ടാലേ പേടിക്കാം. കേട്ടാലേ പേടിക്കാം. പാമ്പിനെ കണ്ടല്ലോ. കണ്ടാൽ ഞാൻ പിടിഞ്ഞു വീഴും. ഇവിടെ ബോഡി വീഴും. എങ്ങനെയാ കുശുകുശുന്നത്? പല്ലെടുത്തല്ലേ ഇറച്ചി തിന്നണ്ടേ? കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അടുത്തോട്ട് വരാത്തത്. ഡോക്ടറെ, ഞാൻ ഒരു ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. എന്റെ ഒരു സംശയമാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. പെട്ടെന്ന് നമ്മുടെ ഷോൾഡറിലോ കഴുത്തേലോ വല്ലതും പാമ്പ് വന്നു. നമ്മുടെ ഇങ്ങനെയാണ് ഒന്നും പേടിക്കാൻ. എന്റെ കഴുത്തെ പെട്ടെന്ന് ഒരു പാമ്പ് വല്ലതും കയറി വന്നാൽ നമ്മൾ തന്നേറ്റമായിട്ട് എന്ത് ചെയ്യണം? കൈവിടരുത്. അങ്ങോട്ട് വെച്ച് പാമ്പ് കച്ചറുണ്ടെന്ന് പറഞ്ഞാൽ കയ്യെ കൈവിടരുത്. കൈ പുറകിലേക്കില്ല. പാമ്പിന്റെ പത്തിക്ക് പിടിക്കുക, വലിച്ചൂരി ഒന്ന് പിടിച്ചോ.
പക്ഷെ ബാബാവിന്റെ അവിടെ പൊന്തടിച്ചു. ഇറങ്ങി. 2000 രൂപ പിടിച്ചു വരും. പെട്ടെന്ന് ഇറങ്ങി. ഈ ഇറക്കം വഴിയിൽ ആളാണ്. ഇറങ്ങണം. ഇവിടെ കയറ്റുക, കയറ്റുക. നമ്മുടെ വീട്ടിലെ കിണ്ടി ഇല്ലാലോ, പിന്നെ എങ്ങനെയാണ് ഈ കിണ്ടി എങ്ങനെയാണ് വന്നത്? എന്താ രാധയുടെ കിട്ടിയാണ്? രാധയുടെ കിട്ടി. ആരുടെ കിണ്ടി എങ്ങനെയാണ് ഇവിടെ ഈ കിണ്ടി വന്നത്? അത് പറ. പിന്നെ എന്റെ പുറത്തൊരു കൊതുകി തന്നെ. അത് രാജ അടുക്കള ഭാഗത്ത് നിന്ന് കണ്ട്. അപ്പൊ അവളെ കൊതുകിനെ കൊല്ലാൻ വേണ്ടി ഏറിഞ്ഞതാണ്. അതൊക്കെ എന്റെ പുറത്ത് വന്ന് കൊണ്ടിട്ട് ഈ കിണറ്റിലേക്ക് വീഴാം. ഒരു സിനിമയാണ്. എന്തോ ഇന്ന് എലാപ്പിന്റെ പുറത്ത് ഒരു കൊതു തരണം. ഒരുപാട് കൊതു കുത്തിയിട്ടുണ്ട്. അതിന് മാത്രം കിണ്ടിയും തൊണ്ടും ജലം നിങ്ങൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ പണ്ടുകൾ പറയുന്നത് എന്താണോ? അവള് കൊതുകിനെ എറിഞ്ഞ് കൊന്നതാണ്. മുഖത്ത് നോക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ഒരു കിണ്ടിയാണ് സംഭവം. മനസ്സിന് പുറത്തിറങ്ങാൻ പറ്റില്ല. ജലേപ്പന്റെ പല്ല് കിട്ടി. അത് എലാപ്പന്റെ പല്ലല്ല. ആരാണ് ഇപ്പൊ കിണ്ടി തള്ളി കളിലേക്ക് ഇട്ടത്? ഞാനാ ഇട്ടത്. നീ ഇട്ട കിണ്ടി വന്ന് വീട് പറഞ്ഞ പോലെ എന്റെ പല്ലാണ്. മൈ വൈഫ് പിന്നെ വിളിക്കും. ഹലോ, മനുഷ്യ ഇപ്പോഴും നിങ്ങൾ അരിഞ്ഞാണത്തെ പിടിച്ചോണ്ട് നിൽക്കുവാണോ? ഞാൻ അറിഞ്ഞാൽ വിട്ടിപ്പോ റിങ്ങെ പിടിച്ചേപ്പോ. ഓ, അപ്പൊ ഏരിയ മാറിയെന്നേ ഉള്ളൂ. നിങ്ങളെ പിടുത്തം കിട്ടിട്ടില്ലല്ലേ? ഞങ്ങളെ കൂടി വിവാഹം ചെയ്യാവോ? എന്താണോ എന്നെ കിണറിനകത്തിട്ടങ്ങ് മൂടാവോ? അതിനാ വീട്ടിൽ ചെന്നാ അവള് കൊല്ലും. അപ്പൊ എന്റെ ക്രിസ്മസിന്റെ പോത്തിറച്ചി. എന്റെ പോത്തഞ്ചി എവിടെ? ഹാപ്പി ക്രിസ്മസ്.